വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നൊരു ബേക്കിംഗ് സെഗ്മെൻ്റ് ആണ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കുക്കീസാണ്. അമാരറ്റി കുക്കീസ് എന്ന് പറയും. ഇതൊരു ഇറ്റാലിയൻ കുക്കീസാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആമണ്ട് ഫ്ലവർ ആണ്, ബദാം പൊടിച്ചത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആമണ്ട് ഫ്ലവർ ഒന്ന് ഇടഞ്ഞെടുക്കണം. എപ്പോഴും പെട്ടെന്ന് ലംസ് കൂടും. നമ്മൾ ആമണ്ട് ഫ്ലവർ കുറച്ച് നാൾ സൂക്ഷിക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് കട്ട കെട്ടാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒന്ന് ഇടഞ്ഞെടുക്കുക. ഞാൻ എടുത്ത് വെച്ചേക്കുന്ന 3/4 കപ്പ് ആമണ്ട് ഫ്ലവർ ആണ്. നമുക്കത് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പം ചില സമയത്ത് കുറച്ച് കൂടുതലൊക്കെ വേണ്ടി വരും. എപ്പോഴും എക്സ്ട്രാ റെഡിയാക്കി വെക്കുക. 1 കപ്പൊക്കെ റെഡിയാക്കി വെക്കുക. 3/4 കപ്പ് ഇട്ടാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലേറ്റ് കുറച്ചുകൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആമണ്ട് ഫ്ലവർ നമ്മൾ ഫുൾ അരിപ്പയിൽ തള്ളിയെടുത്തു. ഇതിലേക്ക് 1/2 കപ്പ് കാസ്റ്റർ ഷുഗർ, ഫൈനായിട്ടുള്ള ഗ്രാനുലേറ്റഡ് ഷുഗർ 1/2 കപ്പ്. രണ്ടുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മാറ്റി വെക്കാം. അടുത്തായിട്ട് അയച്ചുകൂടെ ഒരു ബിഗർ ബോൾ എടുക്കുകയാണ്. ഇതിലേക്ക് 1 മുട്ടയുടെ വെള്ള. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഈ കുക്കീസ് ഉണ്ടാക്കുന്നത്. 1 മുട്ടയുടെ വെള്ള. അമാരറ്റി കുക്കീസ് നമ്മൾ യോക്ക് ഉപയോഗിക്കാറില്ല, ജസ്റ്റ് വൈറ്റ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സ്റ്റിഫ് പീക്സ് ആകുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തു. അമാരറ്റി കുക്കീസ് വളരെ സിമ്പിളായിട്ടുള്ള കുക്കീസാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു കുക്കീസാണ്. അപ്പോൾ എഗ് വൈറ്റ് നമ്മൾ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പം എപ്പോഴും കുക്കീസിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആമണ്ട് ഫ്ലവറും ഷുഗറും, കാസ്റ്റർ ഷുഗറും കൊണ്ടുള്ള മിക്സ്ചർ ചെയ്ത് ഇത് ഇതിനകത്തേക്ക് ഇടാം. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക. ഇപ്പോൾ ഈ എഗ് വൈറ്റ് നമ്മൾ 1 എഗ് വൈറ്റ് എടുത്തത്, 3/4 കപ്പ് ആമണ്ട് ഫ്ലവറും. എപ്പോഴും ആമണ്ട് ഫ്ലവർ എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ എടുത്ത് വെക്കുക. ചിലപ്പോൾ നമ്മൾ എഗ് വൈറ്റിൻ്റെ സൈസ് വലുതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി എക്സ്ട്രാ വേണ്ടി വരും. അതെപ്പോഴും മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പും 1 എഗ് വൈറ്റും തന്നെ എടുത്തേക്കുന്നത്. എക്സ്ട്രാ ഒട്ടും ആവശ്യം വന്നില്ല. ഇത് കറക്റ്റാണ്. ഈ ഒരു കൺസിസ്റ്റൻസി വരണം. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ ഈ കുക്കീസ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്പാറ്റുല അല്ലെങ്കിൽ സ്പാറ്റുല വെച്ച് തന്നെ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി അടുത്തായിട്ട് ഞാൻ ഐസിങ് ഷുഗർ ഈ ഒരു ബോളിലേക്ക് ഇടാനായിട്ട് പോവാം. 1/2 കപ്പ് ഐസിങ് ഷുഗർ എടുത്ത് വെച്ചേക്കുക. അത്ര നമുക്ക് ആവശ്യമില്ല. ഇത് ജസ്റ്റ് നമ്മൾ ഈ കുക്കീസിൽ കോട്ട് ചെയ്യാനായിട്ടാണ്. അത്ര എടുത്ത് റെഡിയാക്കി വെക്കാം. ഇനി അടുത്ത ഒരു ബേക്കിംഗ് ട്രേയും കൂടെ റെഡിയാക്കി വെക്കാം. ഈ കുക്കീസ് ഇനി ഷേപ്പ് ചെയ്ത് ട്രേയിലേക്ക് വെക്കാം. ഈ കുക്കീസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാൻ തുടങ്ങും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാണ്ട് എപ്പോഴും ഇച്ചിരി വെള്ളം കരുതി വെക്കുക. വെള്ളം കയ്യിൽ ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്യുക. എന്നിട്ട് ചെറിയൊരു ലെമൺ സൈസ് ബോൾ എടുക്കുക. ഐസിങ് ഷുഗറിലേക്ക് നന്നായിട്ട് കൂട്ടി ചെയ്യുക. ട്രേയിലേക്ക് വെക്കുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഈ അളവിൽ ഒരു 11-12 കുക്കീസ് കിട്ടും. നമ്മൾ അമാരറ്റി കുക്കീസ് എല്ലാം ട്രെയിൽ അസംബിൾ ചെയ്തു. 12 നമ്പേഴ്സ് കിട്ടി ഈ ഒരു അളവിൽ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വേണേൽ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനൊരു ആമണ്ട് കൂടെ ഓരോ കുക്കിയുടെ പുറത്ത് ഒരു ആമണ്ട് വെക്കുന്നുണ്ട്. അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഈ കുക്കീസ് 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
ഞാനിവിടെ അവൻ 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടേക്കാണ്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടേക്കാണ്. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കീസ് ബേക്ക് ചെയ്യാനിരിക്കാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റ്സോളം ആയി. നമുക്ക് ചെക്ക് ചെയ്യാം. അമാരറ്റി കുക്കീസ് നമ്മൾ അവനിൽ നിന്ന് എടുത്തു. എല്ലാത്തിനും നല്ലൊരു ബ്രൗൺ കളറുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ്, നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് കുക്കീസിനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുക്കീസായത്. അപ്പോൾ ഈ കുക്കിയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കാണിക്കാം. ഇൻസൈഡ് സോഫ്റ്റ് ആയിരിക്കും, ഈ ഭാഗം സോഫ്റ്റ് ടെക്സ്ചറും പുറത്ത് നല്ലൊരു ക്രഞ്ചിനെസ്സും ഉണ്ടാവും. അതാണ് ഈ കുക്കിയുടെ ടെക്സ്ചർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫാറ്റ് എന്ന് പറയുന്ന സാധനമില്ല. ബട്ടറോ ഓയിലോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡറും ഒന്നുമില്ല. അതിനകത്ത് ആമണ്ട് ഫ്ലവറും എഗ് വൈറ്റുമാണ്, ഷുഗറുമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫാറ്റ് ഒട്ടും വേണ്ടാതെ കുക്കീസ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു കുക്കി ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഇത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. മറ്റേ കുക്കീസ് പോലെ ഒത്തിരി ദിവസം ഇരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഇത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2-3 ഡേയ്സ് ആണ് ഏറ്റവും നല്ലതായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നത്. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.